നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ജലസ്തംഭിനി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒരു അപൂർവ ഔഷധ സസ്യമാണ് ജലസ്തംഭിനി. ഈ സസ്യത്തിന്റെ ഇലയുടെ നീര് ഇടിച്ചു പിഴിഞ്ഞ് ചേർത്താൽ നിമിഷ നേരം കൊണ്ട് വെള്ളം കട്ടിയാകും. ഹൽവ പോലെ മുറിച്ചെടുത്ത് കഴിക്കാം. ദാഹവും വിശപ്പും മാറ്റാം. പച്ച നിറമുള്ള ജലക്കട്ട അരമണിക്കൂറിനുള്ളിൽ പൂർവ്വരൂപം പ്രാപിക്കും, അതായത് വെള്ളമാകും. മരുന്നും ഭക്ഷണവുമായി ജലസ്തംഭിനിയെ പഴയകാല താപസർ ഉപയോഗിച്ചിരുന്നു. കട്ടിയായി എന്ന് പറഞ്ഞാൽ ഐസായി എന്നല്ല, ജൽ പരുവമേ ആവുകയുള്ളൂ. ഇതിന്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. മലയാളത്തില് ഇതിനെ ജലസ്തംഭിനി, ജലതിരണ്ടി, മലതാങ്ങി, ലുഹുപാട, കർണക്കൊടി എന്നൊക്കെ പറയാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. കേരളത്തിലെ വനങ്ങളിൽ ഇത് ധാരാളം കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അപൂർവമായി നാട്ടിൻ പ്രദേശങ്ങളിൽ ഇത് കാണാറുണ്ട്. ജലസ്തംഭിനി കന്യാകുമാരി ജില്ലയിലെ മരുത്വാമലയിൽ ധാരാളമുണ്ട്. 4 ഇനം ജലസ്തംഭിനികൾ ചതുരഗിരി മലയിൽ കാണുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തും അപൂർവമായി ചില സ്ഥലങ്ങളിൽ ഇതിനെ കാണാൻ പറ്റും. രൂപവിവരണം നോക്കാം. പടർന്നു വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് ജലസ്തംഭിനി. പുളിയും ചവർപ്പുമാണ് ഇതിന്റെ രസം. ഇലകൾ അധികവും ഷീൽഡ് ആകൃതിയിൽ ചെറുതായി നീണ്ട വൃത്താകൃതിയുള്ളതുമാണ്. ജലസ്തംഭിനിയുടെ ഇലഞ്ഞെട്ട് ഇലയുടെ അരികിലാണ് കാണപ്പെടുന്നത്. കായ്കൾ കുലകളായിട്ടുണ്ടാകുന്നു. കായ്കൾക്ക് പച്ചയും വെള്ളയും തവിട്ടും നിറത്തിലുള്ളവ കണ്ടുവരുന്നുണ്ട്. ഇനങ്ങളെ നോക്കാം. പൊതുവെ 4 ഇനം ജലസ്തംഭിനികളാണ് ഉള്ളത്. ജലസ്തംഭിനിയോട് രൂപസാദൃശ്യമുള്ള മറ്റൊരു ചെടിയുണ്ട്, പക്ഷെ അത് ജലത്തെ കട്ടപിടിപ്പിക്കുന്നതല്ല. ആനഞ്ഞെരിഞ്ഞിൽ, കാട്ടുകൊടി, പാടത്താളി, നീർമുള്ളിയുടെ വിത്തുകള്, തിരുതാളി എന്നിവയും ജലത്തെ സ്തംഭിപ്പിക്കുന്നതാണ്. എന്നാൽ രസവീരാദി ഗുണങ്ങളിൽ വ്യത്യാസമുണ്ടാകും. പാടത്താളി വർഗത്തിൽപ്പെട്ട ജലസ്തംഭിനിയാണ് കൂടുതലായിട്ടും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. വള്ളിപ്പാലയോട് സാദൃശ്യമുള്ള ഒരു ജലസ്തംഭിനിയാണ് നഞ്ചറുപ്പാൻ എന്നറിയപ്പെടുന്ന സസ്യം. വള്ളിപ്പാല മുറിച്ചാൽ വെളുത്ത നീരാണ് വരിക. എന്നാൽ നഞ്ചറുപ്പാൻ മുറിച്ചാൽ നിറമില്ലാത്ത പച്ചവെള്ളം പോലത്തെ നീരാണ് വരിക. കളരി മർമ്മവിധി അനുസരിച്ച് മർമാഘാതങ്ങൾക്കുള്ള പ്രത്യൗഷധമാണ് നഞ്ചറുപ്പാൻ. ഈ പറയുന്ന സസ്യങ്ങളെല്ലാം, അതായത് ജലസ്തംഭിനികളെല്ലാം തന്നെയും ശുക്ലസ്തംഭിനികളും ധാതുപുഷ്ടി ഉണ്ടാക്കുന്നവയുമാണ്. ഉൽപ്പന്നങ്ങളെ നോക്കാം. ഇതിന്റെ നീരെടുത്ത് കട്ടിയായിട്ട് വെക്കാൻ പറ്റും. കുറച്ച് സമയം കഴിയുന്തോറും ഇത് വീണ്ടും വെള്ളമായി മാറുന്നതാണ്. നീര് കട്ടിയായി ജെല്ല് രൂപത്തിൽ വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്നതാണ്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. സാധാരണ ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് ഇലകൾ വൃത്തിയാക്കി ചൂടുവെള്ളത്തിലിട്ട് വെച്ച് വാട്ടി വെള്ളം ചേർത്ത് ജ്യൂസാക്കിയോ സൂപ്പായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ ഇല ഉണക്കിപ്പൊടിച്ച് മോര് ചേർത്ത് കഴിക്കാവുന്നതാണ്. തളിരിലകൾ ഉണക്കിപ്പൊടിച്ച് ചൂടുവെള്ളത്തിലിട്ട് ചായ കുടിക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ജെല്ല് മധുരവും തേങ്ങാപ്പാലും ചേർത്ത് മധുരപലഹാരമായി ഉപയോഗിക്കാവുന്നതാണ്. ഇലകൾ മറ്റു മരുന്നുകളിൽ ചേർത്ത്, പ്രത്യേകിച്ച് ഗ്രാസ് പൊടിയിൽ ചേർത്ത് വിൽപ്പന നടത്തി വരാറുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. ജലസ്തംഭിനി ജലത്തെ കട്ടിയാക്കുന്നതിന് കാരണം അതിൽ അടങ്ങിയിട്ടുള്ള മുസിലേജ് എന്നറിയപ്പെടുന്ന പദാർത്ഥങ്ങളാണ്. ഇവയിൽ പോളിസാക്കറൈഡുകളും ജെല്ല് ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന രാസവസ്തുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ജലസ്തംഭിനിയിൽ അന്നജം, ഫൈബർ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ആൽക്കലോയിഡുകൾ, ഡൈമെഥൈൻ മുതലായവ അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. പ്രമേഹം, അർശസ്, ശ്വാസകോശ രോഗങ്ങൾ, മുറിവ്, ധമനികളുടെ തകരാറുകൾ, ചതവ്, അസ്ഥിയുടെ ഒടിവ്, കാൽമുട്ടിലെ ലിഗമെന്റിൽ ഉണ്ടാകുന്ന ചതവും പൊട്ടലും, ശീഘ്രസ്ഖലനം, അത്യാർത്തവം, വെള്ളപോക്ക്, ഉദരരോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഫലപ്രദമായ ഔഷധമാണ് ജലസ്തംഭിനി. ഇതിന്റെ കരളിന്റെ ആരോഗ്യം, ഹൃദയാരോഗ്യം, രോഗപ്രതിരോധ ശേഷി എന്നിവയൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. ഒരു ചെറിയ കപ്പിൽ ശുദ്ധജലം എടുത്ത് ഇതിന്റെ ഇല ഞെരടിപ്പിഴിഞ്ഞ ചാറ് ചേർക്കുക. ക്രമേണ വെള്ളം കട്ടിയായി വരും. കുറച്ചു നേരം കൂടി വെച്ച് കഴിയുമ്പോൾ അത് വീണ്ടും വെള്ളം പോലെയാകും. അത് കുടിച്ചു കഴിഞ്ഞാൽ പ്രമേഹത്തെ വളരെയധികം കുറയ്ക്കാൻ പറ്റും. 2. ഇലയുടെ നീര് മുറിവിൽ പുരട്ടി കഴിഞ്ഞാൽ മുറിവ് വേഗത്തിൽ ഉണങ്ങുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് തുടർച്ചയായി ദീർഘകാലം അകത്ത് സേവിക്കാൻ പാടുള്ളതല്ല. വളരെ കുറച്ചു കാലത്തേക്കൊക്കെ ഉപയോഗിക്കുന്നതിന്, രോഗത്തിന്റെ ചികിത്സയ്ക്കൊക്കെ തൽക്കാലത്തേക്ക് ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.